السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് 2018 ആഗസ്റ്റ് മാസം 24-ാം തീയതി നടത്തിയ ശ്രദ്ധേയമായ ഒരു ഖുതുബ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ളത്. അതിലേക്ക് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്താണ് എന്ന നിലയിൽ പലരും ഹസ്രത്ത് ഖലീഫത്തുള്ളാഹിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിനുള്ള മറുപടിയും കൂടിയാണ് ഈ ഖുതുബ. വിശുദ്ധ ഖുർആനിൽ 62-ാം അധ്യായം 10-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അതിൻ്റെ അർത്ഥം, വിശ്വസിച്ചവരെ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിനായി വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോവുകയും വ്യാപാരം നിർത്തിവെക്കുകയും ചെയ്യുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. ഇസ്ലാമിൽ ജുമുഅയുടെ ആത്മീയ മൂല്യം എന്താകുന്നു? ഒന്നാമത്തേത്, ഈ ദിവസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളും, വ്യാപാര കേന്ദ്രങ്ങളും കടകളും അടയ്ക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ കൊടുക്കൽ വാങ്ങലുകളും നിർത്തിവെക്കുക. എന്നിട്ട് പള്ളിയിലേക്ക് ധൃതിയിൽ പോവുക. ജുമുഅ പ്രാർത്ഥന പൂർത്തീകരിക്കുവാനായി. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി വിളിക്കപ്പെട്ടാൽ ജുമുഅ നമസ്കാരത്തിന് മുൻപുള്ള ഇമാമിൻ്റെ പ്രസംഗവും ഇതിൽ ഉൾപ്പെടുന്നു. ജുമുഅ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ജുമുഅ പ്രസംഗം. ജുമുഅ ദിനത്തിൽ വിശ്വാസികളുടെ മേൽ വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു. പരമോന്നതനായ അല്ലാഹു ജുമുഅയ്ക്ക് വളരെയധികം മൂല്യം നൽകിയിട്ടുമുണ്ട്. അവനാണ് പകലും രാത്രിയും സമ്പൂർണമായ ക്രമത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ദിവസങ്ങളുടെ നായകൻ വെള്ളിയാഴ്ചയാവുന്നു. അല്ലാഹു തആലയുടെ നോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും അതുതന്നെ. തന്നെ ആരാധിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകുന്നതും വെള്ളിയാഴ്ചയാണ്. അത് എന്തു തന്നെയായാലും ശരി, നിയമവിധേയമായിരിക്കണം പ്രാർത്ഥനകൾ. അന്ത്യദിനം സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കും. ഈ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം സ്വലാത്തുൽ ജുമുഅയ്ക്കുള്ള വിളി കേട്ടാൽ ധൃതിയിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി പോവുക, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. എന്തുകൊണ്ടാണ് ഈ നിർബന്ധം?
സലാത്തുൽ ജുമുഅയ്ക്കുള്ള പ്രത്യേകത എന്താണ്? മറ്റ് നമസ്കാരങ്ങളെപ്പോലെ തന്നെയുള്ള നമസ്കാരമല്ലേ ഇത്? അതേ പ്രാധാന്യമല്ലേ ഇതിനുമുള്ളത്? അല്ല, ജുമാ നമസ്കാരത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടുക, ക്രമമനുസരിച്ച് ഇരുത്തുക. ഖുതുബ കേൾക്കുന്നതിനായി മുൻപിൽ നിന്നും ഓരോ വരിയിലും ആളുകൾ പൂർണ്ണമാകുമ്പോൾ അടുത്ത വരിയിലായി ഇരിക്കുക. സമുദായവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാന കാര്യങ്ങൾ ഇമാമിനെ അറിയിക്കുക തുടങ്ങിയവ ആണ് വെള്ളിയാഴ്ച കൊണ്ടുള്ള പ്രയോജനങ്ങളും. ജുമുഅ പ്രാർത്ഥനയുടെ ഉദ്ദേശം താഴെ വിവരിക്കുന്നു. ഓരോ ആഴ്ചയുടെയും ആരംഭത്തിൽ ഒരു സ്ഥലത്ത് സുസംഘടിതമായി പ്രായപൂർത്തിയായ സ്ത്രീപുരുഷന്മാരെ ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് ദൈവിക കൽപ്പനകളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ പഠിപ്പിക്കുക. ഇമാം പ്രഖ്യാപിക്കുന്ന പുതിയ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുക. വിശിഷ്യ ഈ നൂറ്റാണ്ടിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി വന്ന ഖലീഫ നിങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകി ശരിയായ വഴി കാണിക്കുക, ദൈവിക നിർദ്ദേശങ്ങൾ നൽകുക. തദ്വാരാ ഈ ജീവിതത്തിലുള്ള ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് കേൾപ്പിക്കുക. തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിനെ സംബന്ധിച്ചുള്ള പ്രഭാഷണവും മുന്നറിയിപ്പുകളും നൽകുക. എന്നിട്ട് അത് അടുത്ത ആഴ്ചയ്ക്കകം നിറവേറ്റുന്നതിനുള്ള അഭിനിവേശം അവരിൽ ഉണ്ടാക്കുക. ലോകത്തിന് ചുറ്റുമുള്ള ചില പള്ളികളിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത ദിനത്തിലെ പ്രഭാഷണത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന നായകൻ അഥവാ ഇമാം ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നു. അത് സമുദായത്തെ തന്നെ അഥവാ ഉമ്മത്തിനെ സ്പർശിക്കുന്ന വിഷയമായിരിക്കും. അത് ക്രമേണ വികാസം നേടുകയും സദസ്സ് അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇത് ശ്രവിക്കുന്ന ആരാധകർ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ചയുടെ ആത്മീയ മൂല്യം വിശദീകരിക്കുവാൻ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ജുമാ നമസ്കാരത്തിനായി ആദ്യമായി പള്ളിയിലെത്തുന്ന ആൾ ഒരു ഒട്ടകത്തെ കുർബാനി സമർപ്പിച്ചവനെ പോലെയാണ്. ആദ്യ സമയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാങ്ക് വിളിച്ച ഉടനെ എന്നർത്ഥം. അതേ തുടർന്ന് പോകുന്ന ആൾക്ക് ഒരു പശുവിനെ കുർബാനി അർപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിനുശേഷം പോകുന്ന ആൾക്ക് ഒരു മുട്ടനാളിനെ കുർബാനി അർപ്പിച്ച പ്രതിഫലമാണുള്ളത്. അതിനുശേഷം പോകുന്ന ആളിന് ഒരു പിഴക്കോഴിയെ കുർബാനി അർപ്പിച്ചവനെ പോലെയുള്ള പ്രതിഫലമാണ് ലഭിക്കുക. അതിനുശേഷം പോകുന്ന ആളിന് ഒരു മുട്ട കുർബാനി സമർപ്പിച്ചവനെ പോലുള്ള പ്രതിഫലമാണ് ലഭിക്കുക. ഇമാം പ്രസംഗത്തിനായി മെമ്പറിലേക്ക് പോകുമ്പോൾ പ്രസ്തുത പ്രസംഗം ശ്രവിക്കുമ്പോൾ മാലാഖമാർ അവിടെ ഉണ്ടാകും. അതാകുന്നു പ്രസ്തുത ഖുത്ബ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ശ്രദ്ധേയമായ അധ്യാപനങ്ങളാണിത്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. ജിബ്രീൽ എന്ന മലക്ക് തൻ്റെ കയ്യിൽ ഒരു വെള്ള കണ്ണാടിയുമായി എന്നെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുത്താല താങ്കൾക്ക് ഇത് ഒരു സമ്മാനമായി നൽകിയിരിക്കുന്നു. ഇത് താങ്കൾക്ക് ഒരു പെരുന്നാളാണ്. താങ്കൾക്ക് ശേഷം താങ്കളുടെ ജനതയ്ക്കും ഇത് പെരുന്നാളായിരിക്കും. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിൽ എന്താണുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതിൽ നിങ്ങൾക്കായി നല്ലത് ഒരുക്കിയിരിക്കുന്നു. ഇതിൽ ഒരു സമയമുണ്ട്, ഒരുവൻ തൻ്റെ രക്ഷിതാവിനോട് അവൻ്റെ നല്ലതിനു വേണ്ടി ദുആ ചെയ്താൽ അത് അവനായി നൽകുന്നതാണ്, അത് അവന് ലഭിക്കുന്നതുമാണ്. അഥവാ പാരത്രിക ലോകത്ത് അവന് ഇതിനേക്കാൾ ഉത്തമമായ ഓഹരി ലഭിക്കുന്നതാണ്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള തിന്മയിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഒരുവൻ ആവശ്യപ്പെട്ടാൽ അള്ളാഹുത്താല നിശ്ചയമായും സംരക്ഷണം നൽകുന്നതാണ്. നമ്മോടൊപ്പമുള്ള ദിവസങ്ങളുടെ നേതാവാണ് ഈ ദിനം. അതെന്താണ് അങ്ങനെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടിയായി പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ രക്ഷകന് സ്വർഗത്തിൽ ഒരു താഴ്വരയുണ്ട്. അത് കസ്തൂരിയേക്കാൾ മണമുള്ള സ്ഥലമാകുന്നു. വെള്ളിയാഴ്ച ദിവസം അവൻ തൻ്റെ സിംഹാസനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നു. സ്വർഗത്തിലെ അന്തേവാസികൾക്ക് പ്രത്യക്ഷനാകുന്നു. അവർ അവൻ്റെ മര്യാദയുള്ള മുഖം ദർശിക്കുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം തുടർന്ന് ഏറ്റവും പ്രകാശമാനമായ ദിവസം ജുമാ ദിവസമാകുന്നു.
ആദം അലൈഹിസ്സലാം ഒരു വെള്ളിയാഴ്ചയാണ് ജനിച്ചത്. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ടതും അദ്ദേഹം വഫാത്തായതും ഒരു വെള്ളിയാഴ്ചയാണ്. അവസാന വിധിയും ഒരു വെള്ളിയാഴ്ചയായിരിക്കും. ഇക്കാരണങ്ങളാൽ തന്നെ വെള്ളിയാഴ്ച ഒരു അസാധാരണ ദിവസമാകുന്നു. മാലാഖമാർ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ പ്രകാരം വെള്ളിയാഴ്ച ദിവസമാണ് വിശ്വാസികൾക്ക് പരമോന്നതനായ അള്ളാഹുവിൻ്റെ മുഖാരബിന്ദം സ്വർഗത്തിൽ കാണുവാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹ്. അങ്ങനെ പരിശുദ്ധമായ ജുമാ ദിനത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നിങ്ങൾ ശ്രവിച്ചത്. ഇത് മനസ്സിലാക്കി വെള്ളിയാഴ്ച ദിനത്തെ ആദരിക്കുവാനും അതിൽ അടങ്ങിയിരിക്കുന്ന ഫലങ്ങൾ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും സമ്പാദിക്കുന്നതിനുമായി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.